വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എമ്പുരാൻ കാണാൻ പോവാട്ടോ. ഹൈലൈറ്റ് മാളിലാണ് കാണാൻ പോകുന്നത്. രാത്രി 8 മണിന്റെ ഷോന്റെ ടിക്കറ്റ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 7 മണി ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് സിറ്റി കണ്ടോ? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാലിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് തായോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഷോ മൊത്തം ഹൗസ്ഫുൾ ആണ്. നേരത്തെ കാലത്ത് എത്തിയതുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ കുറെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാണ്ടയുടെ വെഹിക്കിൾ കണ്ടോ? മാള് മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിളാട്ടോ. നിന്റെ കളർ ഡ്രസ് പാണ്ടേന്റെ. ഞങ്ങൾ ആലുവ മണപ്പുറത്ത് പോലും വെച്ച് കണ്ടു പരിചയമില്ലാതെ പോലും നടക്കുന്ന മനുഷ്യനെ കണ്ടോ? എന്റെ ഹസ്ബൻഡ് കേട്ടോ. പുള്ളി ഏതെങ്കിലും ഡ്രസ്സ് ഷോപ്പിലേക്ക് കയറുന്നതിന് മുന്നേ പൊക്കാന്ന് വിചാരിച്ചു പോയതാണ്. പക്ഷെ ഞാൻ പിടിക്കുമ്പോഴേക്ക് വഴുതിപ്പോയി. കുഴപ്പമില്ല, 1 മണിക്കൂർ ടൈം ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരവർക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഡ്രസ്സ് എടുക്കാനെങ്കിലും ഒക്കെ ഇഷ്ടം പോലെ സമയം ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് ഈ ടിക്കറ്റ് കൺഫേം ആവുന്നത്. അതുവരെ കിട്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഒപ്പിച്ചു അടിപൊളിയായി പോവാന്ന് കരുതി. കാരണം ഡ്രസ് കോഡ് ഉണ്ടായിരുന്നല്ലോ. പെലാക്സി ഫിലിംസിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹൈലൈറ്റ് മാളിന്റെ തന്നെ അവരുടെ തിയേറ്ററാണിത്. എൻ്റെ സിസ്റ്റർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോക്കോലാവിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാന്ന് കരുതി. ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോവാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടെയാണ് തിയേറ്റർ. അങ്ങനെ അവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് പോകുന്ന വഴിക്കാണ് KFC കണ്ടത്. ചെറിയൊരു സൈഡ് വലിവ് ഉണ്ടെങ്കിലും നേരെ അങ്ങോട്ടേക്ക് പോകാന്ന് കരുതി. കാരണം തിയേറ്ററിൽ ക്യൂ ഫോം ആയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നിന്നാലേ കറക്റ്റ് സമയത്ത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ പൃഥ്വിരാജിന്റെ ഈ ഫിലിമിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതെടുത്ത ലെൻസിനെ പറ്റിയിട്ട്, ഇതെടുത്ത ഫോർമാറ്റിനെ പറ്റിയിട്ടൊക്കെ. അപ്പൊ ഇതൊരു ബോളിവുഡ് ലെവൽ ഫിലിം ആണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ക്രീനാണ് എപിക് സ്ക്രീൻ. ഇത് എപിക് സ്ക്രീനാണ്. കാലിക്കറ്റില് ഓൺലി എപിക് സ്ക്രീനാണ് ഇവിടെ, പെലാക്സി സിനിമാസ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് എമ്പുരാൻ കാണാൻ വന്നതിന്. ഭയങ്കര നോയ്സ് ആയിരിക്കും അല്ലേ? ഐ തിങ്ക് നല്ല പടമായിരിക്കും. നല്ല പടം തന്നെയാണ്. ഈ ആളെ മനസ്സിലായോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട് ടു യു എന്നുള്ള പേജിന്റെ ഓണറാണ്. അത് ലീഡ് ചെയ്യുന്ന ആളാണിത്. ബ്ലാക്ക് കളർ ആയിരുന്നു ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് ഒന്നും ഇല്ലായിരുന്നു. സോ ജിമ്മിലെ ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ജിമ്മിലെ ഡ്രസ്സ് ഇട്ടിട്ട് സ്പോർട്ടാനാന്നുള്ളത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. സോ ഒരു ഫാൻ ഗേൾ മൂവ്മെൻ്റ് ആണ് എനിക്ക്. അതുകൊണ്ടാണ് എന്നെക്കാളും എക്സൈറ്റഡ് ആയിട്ട് ഈ ഫിലിമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാട്ടോ ഇത്. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ. അപ്പോൾ ഈ ഒരു ഫിലിം വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് അവളാണ്. സോ നമ്മൾ പതുക്കെ അകത്തേക്ക് കടക്കാൻ പോവാണ്. നല്ല ഇൻറ്റീരിയർ ഉള്ളൊരു തിയേറ്റർ കോംപ്ലക്സ് ആട്ടോ പെലാക്സി ഫിലിംസ്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അവിടെ വന്നു നോക്കൂ കേട്ടോ. പ്രീമിയം ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ ഫുള്ളി റീക്ലൈൻ ചെയ്തെടുക്കാവുന്ന സീറ്റ്സ് ഒക്കെ ആട്ടോ. നമ്മൾ ഈ മസാജിങ് സീറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സോഫാസ്, അതേപോലെ തന്നെയുള്ള സീറ്റ്സ് ആട്ടോ. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളെ സീറ്റിൻ്റെ അടുത്ത് തന്നെ അവർ കൊണ്ടുവരും. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി തിയേറ്റർ ആണ്. അങ്ങനെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ് ഫിലിമിന്റെ കാര്യം മറന്നുപോയില്ലേ? ഇത് ഇത്രയും വലിയ ക്യൂ അവിടെ ഫോം ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ ഏതെങ്കിലും ക്യൂവിന്റെ ബാക്കിൽ പോയി നിൽക്കാം. ഏത് ക്യൂവിൽ നിന്നാലും അകത്തെത്തിയിട്ട് ഒരുപാട് സ്ക്രീൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 8ഓളം സ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഓരോരോ സൈഡിലേക്ക് പോവുക. ക്യൂ നിൽക്കുന്ന സൈഡിൽ തന്നെ സ്നാക്സിന്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിന്റെ അകത്തും ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്റ്റാളുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആട്ടോ ഇത്. അയ്യോ എക്സൈറ്റഡ് ആഗ്നിക? ഭയങ്കര ആയിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്ന് കാണുന്ന ഫിലിമാ അല്ലേ? ഓക്കെ. എന്താ മോഹൻലാൽ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പൃഥ്വിരാജിന് ഡയറക്ടോറിയലിൽ വരുന്ന മൂവി ആയതുകൊണ്ടാണോ? ഓക്കെ. പൃഥ്വിരാജിന്റെ ഫാനാണോ മോഹൻലാലിന്റെ ഫാനാണോ? അത് അവൾ വിട്ടു തരില്ല. എന്ത് വന്നാലും മോഹൻലാൽ ഫാൻ തന്നെയാ. ഇപ്പുറത്ത് വേറൊരാളുണ്ട് കേട്ടോ, ഭയങ്കര സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആള്. വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത പോലെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇപ്പുറത്തേക്ക് ഒരു സൈഡ് വലിവ് വന്ന് അങ്ങോട്ടേക്ക് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോവാന്ന് കരുതി. അപ്പം എൻ്റെ ബാഗ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് ഫ്രൂട്ടി ഉണ്ട്. അതുകൊണ്ട് മിനറൽ വാട്ടർ മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഷോയ്ക്ക് വരുന്ന എല്ലാവർക്കും ഫുഡ് ആൻഡ് ബീവറേജസ് ഫ്രീ ആയിട്ടോ. മാതൃഭൂമിൻ്റെ സ്പോൺസർഷിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോപ്കോണും അല്ലാതെ പെപ്സി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീണ്ടും ക്യൂവിൽ പോയി നിന്നു. ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്നിട്ടുള്ളൂ. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അകത്തേക്ക് കയറി. എങ്ങനെ അങ്ങനെ വീണ്ടും ഞങ്ങൾ പോസ്റ്റ് ആയിട്ടോ. ആ സ്ക്രീനിൻ്റെ അടുത്ത് അവിടെ ആദ്യത്തെ ഷോ വിട്ടിട്ടില്ല, അതിന് ശേഷമുള്ളൂ നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അവിടെ ഒന്നും അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള ടൈമും കൂടെ കൊടുക്കണമായിരുന്നു. സോ ഞങ്ങൾ തന്നെ അവിടെ ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഞാൻ തന്നെയായിരുന്നു കേട്ടോ. അവിടെ ഒരാളെ കണ്ടോ, ഖുറേഷി എബ്രാം. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ, ഞങ്ങളിപ്പോൾ വരലാലേട്ടാ. ക്യൂവിൽ നിൽക്കുമ്പോൾ അവർ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള QR കോഡൊക്കെ കയ്യിൽ തന്നു കേട്ടോ. ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൽ ഫുഡ് എത്തും. അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയി എല്ലാവരും അകത്തേക്ക് കയറാം കേട്ടോ. ഞങ്ങൾ ബാക്കിൽ നിന്നവരൊക്കെ എന്തിനാ ഇങ്ങനെ ഓടിപ്പടിച്ച് പോകുന്നതെന്ന് അറിഞ്ഞൂടെ. ഇനിയും ടൈം ഉണ്ടായിരുന്നു ഷോയ്ക്ക്. അപ്പോൾ അവരെല്ലാവരും തിക്കിക്കൂട്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ സെറ്റിലായിട്ടോ. സെൻട്രലായിട്ട് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. സൈഡെങ്ങാനും ആയിരിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ സമാധാനമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആത്മീകയുടെ ഫ്രണ്ട് RJ സന്ദീപ് അവിടെ വന്നത്. അവളെ കണ്ടപ്പം പെട്ടെന്ന് ഓടി വന്ന് സംസാരിക്കുകയാണ്. തിരക്കിലായിരുന്നു പുള്ളി, പക്ഷേ അവളെ കണ്ടപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടോ പുള്ളീനെ കണ്ടപ്പോൾ. നിങ്ങൾക്കറിയാമോ, ക്ലബ് FM-ലെ RJ ആണ് ഇത്, സന്ദീപ് എന്നാണ് പേര്. രാവിലത്തെ ഷോ ആണ് പുള്ളി ചെയ്യുന്നത്. ആത്മീകയുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലിക്കറ്റ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മാം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. മാം എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. സോ കാലിക്കറ്റിലെ കുറച്ച് VIPs ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സെയിം ഷോയിൽ. ഇത് മാതൃഭൂമിയുടെ ഷോ ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രിവിലേജ് ഞങ്ങൾക്കും കിട്ടിയത്. ചില മധുരസ്വരങ്ങൾ നമ്മെ മറ്റേതോ ലോകത്തിലേക്ക് എത്തിക്കും പോലെ, ചില സുഗന്ധങ്ങൾ ഓർമ്മകളിൽ. ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇമേജ് സ്ട്രീറ്റ് ടെയിൽ അവാർഡ്സ് 2024 ഈ ഒരു തിയേറ്ററിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പ്രീമിയം ലോഞ്ചിൽ ഇരുന്നുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഈ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ പോപ്കോണും ബീവറേജസും ഒക്കെ നമുക്ക് ഫ്രീ ആണെന്ന്. അപ്പോൾ അവരത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പോപ്കോണും പിന്നെ പെപ്സിയും ആയിരുന്നു കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. കാരമലൈസ്ഡ് പോപ്കോൺ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്റർവെല്ലായി ഗൈസ്, നല്ല അടിപൊളിയാണോ മൂവി?
മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. 11:30 ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് ഈ മൂവീനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം, കേൾക്കണ്ടാത്തവർക്ക് കേൾക്കണ്ട. ചേച്ചി ഫിലിമിന്റെ റിവ്യൂ പറയൂ. നല്ലതാണ് എന്ന് പറയും. ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല ഫിലിമായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഡയറക്ടറിൽ വന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് ഫിലിമാണ്. ബിഗിനിങ് അല്ല, അടുത്തതാണ് ബിഗിനിങ് വരുന്നത്. ഇതിൻ്റെ നടുവിലുള്ള ഒരു പാർട്ടാണ്. നന്നായിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ഒരു രക്ഷയിൽ അടിപൊളിയാണ്. പിന്നെ ലാലേട്ടൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. പിന്നെ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഫിലിമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ മഞ്ജു വാര്യറിൻ്റെ ഒരു ക്യാരക്ടറാണ്. നന്നായിട്ട് സട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രസന്റ് ചെയ്തതും അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തത്. നല്ല ഷാർപ്പ് ജോ ലൈൻ ഒക്കെയാണ് കേട്ടോ മഞ്ജു വാര്യർക്ക് ഇപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്ക്രീനിൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. പിന്നെ സെക്കൻഡ് വൺ ഡയറക്ഷൻ തന്നെ ഒരു ബോളിവുഡ് ഫിലിമിൻ്റെ ഒരു സ്റ്റൈൽ. ഇംഗ്ലീഷ്, ഒരുപാട് ഇംഗ്ലീഷുകാരുണ്ട്, മലയാളികൾ കുറവാണ്. പിന്നെ വേറൊരു കാര്യം തോന്നിയത്, ലാലേട്ടൻ മറ്റേ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇംഗ്ലീഷ് സ്റ്റൈലിൽ എബ്രാം ഖുറേഷി ആയിട്ട് വരുന്നതിനേക്കാളും കയ്യടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കൊരു റൊമാൻസിഫിക്കേഷൻ വരുന്ന ഒരു പെർഫോമൻസ്. ആ മുണ്ടൊക്കെ എടുത്ത് തോളൊക്കെ ചെരിച്ചിങ്ങനെ വന്ന് അടിക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം മലയാളികൾ എത്ര മുന്നോട്ട് പോയാലും പക്ഷെ അവരുടെ ഫിലിം സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നരസിംഹത്തിൻ്റെ ആ ഒരു റേഞ്ച് തന്നെയാണ്. അത് മോശമെന്നല്ല പറയുന്നത്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഒരു പടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇംഗ്ലീഷ് ഫിലിമായിട്ട് പൃഥ്വിരാജിന് വേറൊരു സെപ്പറേറ്റ് ഒരു മൂവി എടുക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. ഒരു ചേഞ്ച് വേണമല്ലേ മലയാള ഇൻഡസ്ട്രിയിൽ. അപ്പം ഇത് നല്ല ഒരു ചേഞ്ചാണ്. നല്ലതൊന്നുമല്ല, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ്. അപ്പം നല്ല അടിപൊളി മൂവിയാണ്. നിങ്ങൾക്കൊരു വേറൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് ആ ഒരു മൂവി. ഓക്കെ, മതിയോ? സ്പോയിലേഴ്സ് ഒന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.